ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നെഞ്ചത്തിട്ട് പൊട്ടിക്കുന്നതിനെക്കുറിച്ച് വട്ടമേശ സമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആയത്തുള്ളാലി ഖമനേയും ശിങ്കിടികളും ചത്തൊടുങ്ങിയത്. ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡും ഇന്റലിജൻസ് സംവിധാനങ്ങളും കണക്കുകൂട്ടിയിരുന്നു. എങ്കിലും ആയത്തുള്ളാലി ഖമനേയി തന്നെ വധിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും കടക്കുമെന്ന് ഇറാൻ കരുതിയതേയില്ല. നിനച്ചിരിക്കാതെ ഒരടി കിട്ടുന്നു. അതിൽ പരമോന്നത നേതാവ് ഖമനേയി തന്നെ ഇല്ലാതാകുന്നു. ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡും ഭരണകൂടവും നിലം പതിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ കാടടച്ച് ഗൾഫിലേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു. ആ തിരിച്ചടിക്ക് പ്രത്യാക്രമണം ഞങ്ങൾ നടത്തുമെന്ന് ഇറാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. അതനുസരിച്ച് ഇസ്രായേൽ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിദാരുണമായിരുന്നു ഖമനേയിയുടെ മരണം. എന്നാൽ ആ മരണത്തിൽ ഇപ്പോൾ വീരപരിവേഷം ചാർത്തിക്കൊടുക്കുകയാണ് ഖമനേയിയെ പിന്തുണയ്ക്കുന്ന ഇറാനിലെ ഒരു കൂട്ടർ. അദ്ദേഹം രക്തസാക്ഷിയെന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയോടും ഇസ്രായേലിനോടും പോരടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ തല കുനിക്കാതെ, അവരുടെ ഭയപ്പാടുകൾക്ക് ലവലേശം കൂസലില്ലാതെ നെഞ്ചും വിരിച്ചു നിന്ന നേതാവെന്നാണ് ഇറാനിലെ തെരുവോരങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇറാനിൽ അവിടെ ഇപ്പോൾ പ്രതിഷേധത്തിനായി ഒത്തുകൂടിയിരിക്കുന്നത്. അതിദാരുണമായിരുന്നു ഖമനേയിയുടെ മരണം എന്ന് പറയുമ്പോൾ 86 വയസ്സുകാരനായ ഖമനേയി കഴിഞ്ഞ കുറേ കാലങ്ങളായി ബങ്കറിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഇറാന് നേരെ അമേരിക്ക പല രീതിയിലുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയും ഇസ്രായേൽ ആക്രമിക്കുമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടം മുതൽ തന്നെ ഖമനേയി സുരക്ഷിത ഇടത്തിലേക്ക് മാറിയിരുന്നു. അതിനിടയിലാണ് തൻ്റെ ഓഫീസിലേക്ക് എത്തുന്നത്. കുടുംബത്തോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയാണ്. അതിന് താഴെയാണ് ഈ ബങ്കറുകളുള്ളത്. അവിടെയാണ് സുരക്ഷിതമായി ഇവരെല്ലാം കൂടി ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. ആക്രമണം ഉണ്ടാകുന്നത് ഖമനേയിക്ക് മാത്രമല്ല, ആ കുടുംബത്തെ തന്നെ ചിന്നിച്ചിതറി എന്ന് വേണം പറയാൻ. മകളും മരുമകനും പേരക്കുട്ടിയും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അള്ളാ എന്നൊന്ന് വിളിക്കാൻ പോലും കഴിയാതെ അത് വിളിക്കുന്നതിന് മുൻപ് തന്നെ തീഗോളം ഖമനേയിയെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ആ കൊട്ടാരം നിലം പതിക്കുന്നതിന്റെ, ഓഫീസ് കത്തി അമരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. IRGC ആ ഭാഗത്ത് വലിയ തിരച്ചിൽ നടത്തി. ആയത്തുള്ളാലി ഖമനേയിയുടെ മൃതദേഹ ശരീരം പൂർണ്ണമായും പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഖമനേയിയുടെ മൃതദേഹം ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ട്. ആ മൃതശരീരം അവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കുന്ന തിരക്കിലാണ് IRGC. ഇപ്പോൾ ഇസ്രായേലിനോടും അമേരിക്കയോടും നിർത്താതെ പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ആയത്തുള്ളാലി ഖമനേയി ഇസ്രായേൽ പേപ്പട്ടിയാണെന്നും അമേരിക്ക രക്തരക്ഷസാണെന്നും ട്രംപിനെ കൊലപ്പെടുത്തുന്നുമൊക്കെ പല ആവർത്തി പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അറം പറ്റിപ്പോയി എന്ന് വേണം പറയാൻ. കൃത്യമായി പ്ലാനിട്ട് ഖമനേയിയെ തന്നെയാണ് ഇസ്രായേൽ തീർത്തിരിക്കുന്നത്. ഖമനേയിക്ക് വേണ്ടി വലിയൊരു വിഭാഗം ഇപ്പോൾ ഇറാന്റെ തെരുവിലേക്ക് ഇറങ്ങി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് പരമോന്നത നേതാവ് ഞങ്ങൾക്ക് രക്തസാക്ഷിയാണ്, ഞങ്ങൾക്ക് മാതൃകയാണ്. ഇസ്രായേലിനെയും അമേരിക്കയും തച്ചു തകർക്കാൻ ഖമനേയി ഞങ്ങൾക്ക് ഊർജമാണെന്നാണ്. ഖമനേയിയെ പിന്തുണയ്ക്കുന്നവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് കൊലവിളിയാണ് അവർ നടത്തുന്നത്. എന്നാൽ ഇവർക്കുള്ള മറുപടി ഇറാനിലെ മറ്റൊരു വിഭാഗം ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. ജനാധിപത്യ ഭരണത്തിന് വേണ്ടി ദാഹിച്ചു കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർ തെരുവിലേക്കിറങ്ങി ഖമനേയിയുടെ മൃതശരീരങ്ങൾ കവറിൽ പെറുക്കി കൂട്ടിക്കൊണ്ട് IRGC പൊയ്ക്കോളൂ എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. ഒരു വശത്തെ കരച്ചിലാണെങ്കിൽ മറുവശത്ത് ജനങ്ങൾ ആഹ്ലാദിക്കുകയാണ്. പാട്ട് നൃത്തവുമാണ്. ഇനി ജനാധിപത്യം പുലരുമെന്ന വലിയ ആത്മവിശ്വാസം ഇറാനിലെ ഒരു കൂട്ടം ജനങ്ങൾക്കുണ്ട്. അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ഞങ്ങളുടെ നിലവിളി കേട്ടു എന്നും ഞങ്ങൾക്ക് വേണ്ടി ഖമനേയിയെ തീർത്തുമെന്നുമാണ് ഒരു വിഭാഗം ജനങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് പറയുന്നത്. ഇവിടെയാണ് മുൻപ് പറഞ്ഞതുപോലെ ആക്രമണം നടന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലായി IRGC തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ആരുടെയൊക്കെയാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ എന്നുള്ളതാണ് IRGCയെ കുഴപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഖമനേയിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഖമനേയിയുടെ മൃതശരീരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അവർ ചില പോസ്റ്റുകൾ പങ്കുവെക്കുന്നു. ഇതൊന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല.
ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഇവർ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഖമനേയി മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. IRGCയുടെ തലവന്മാർ ഉൾപ്പെടെ ആ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. അവിടേക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഖമനേയിയുടെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ജനങ്ങൾ കവറിൽ ആ മൃതശരീരങ്ങൾ പെറുക്കി കൂട്ടിക്കൊണ്ടു വയ്ക്കോളൂ എന്ന് പറയുന്നത്. ഒരു വിഭാഗം ആൾക്കാർ തെരുവിലിറങ്ങി ഖമനേയിക്ക് വേണ്ടി കരയുമ്പോൾ, ഖമനേയി രക്തസാക്ഷി എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബുർഗ വലിച്ചെറിഞ്ഞ ഒരു പെൺകുട്ടിയെ ഇറാൻ സൈന്യം പിടിച്ചുകൊണ്ടുപോയി പിന്നീട് കാണുന്നത് അവളുടെ മൃതശരീരമാണ്. ഒരു വിഭാഗം ജനങ്ങൾ ഖമനേയിയുടെ മരണം ഇറാനിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പലരും പറയുന്ന കാര്യം മഖ്സാമനിക്ക് നീതി കിട്ടി. മഖ്സാമനി ആരാണെന്ന് ലോകത്തിന് കൃത്യമായി അറിയാം. ഒരു മുടിയിഴ പുറത്തു കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മത പോലീസ് അടിച്ചു കൊലപ്പെടുത്തിയ യുവതിയാണ്. അവൾക്ക് വേണ്ടി പിന്നീട് നമ്മൾ കണ്ടതാണ് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി, സ്ത്രീകൾ തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കുന്നത്. അവരെ എല്ലാവരെയും അടിച്ചൊതുക്കുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ഭീകരത ലോകം കണ്ടതാണ്. ഇന്നിപ്പോൾ ആയത്തുള്ള ഖമനേയിക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. പക്ഷെ അവരാരും അന്ന് മഖ്സാമനി കൊല്ലപ്പെട്ടപ്പോൾ, മഖ്സാമനിക്ക് വേണ്ടി തെരുവിലേക്കിറങ്ങി മറ്റു സ്ത്രീകൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരക്ഷരം പ്രതികരിച്ചവരല്ല. ശരിക്കും രക്തസാക്ഷി മഖ്സാമനിയാണ്. അവരുടെ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ്. അവൾക്ക് വേണ്ടി ശബ്ദിച്ചു പുറത്തേക്കിറങ്ങിയ ഒരു പറ്റ സ്ത്രീകളുടെ വിജയം കൂടിയാണിത്. ഖമനേയിയുടെ കൊലപാതകം എന്നിപ്പോൾ എല്ലാവരും ഉറക്കെ പറയുകയാണ്. ഖമനേയി രക്തസാക്ഷിയാണെന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ ഭീകരവാദത്തിന്റെ വിത്തുപാകിയതിൽ, അതിനെ വളർത്തു വലുതാക്കിയതിൽ ഈ ഖമനേയിയുടെ പങ്ക് ചെറുതല്ല. പശ്ചിമേഷ്യയിലെ ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പൻ തന്നെയാണ് ഖമനേയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇറാനിലെ മത പോലീസ് എത്രയോ പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ അവിടെ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പോലും 5000-ലേറെ പേരെയാണ് അവിടെ കൊലപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഹീറോ ആകുന്നത് എന്നുള്ള ചോദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ചോദിക്കുന്നു. ഖമനേയി ചത്തൊടുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സ്ത്രീകൾ ഉയർത്തി പറയുന്നത് 4 പതിറ്റാണ്ട് കാലം ഇറാനെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ച ആയത്തുള്ള ഖമനേയിയുടെ അന്ത്യം ലോകത്തെ ഞെട്ടിപ്പിക്കുമ്പോൾ ഇറാനിലും പുറത്തും പ്രകടമാകുന്നത് സമ്മിശ്ര പ്രതികരണങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ ഒരു വിഭാഗം ജനങ്ങൾ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഭരണകൂടാനുകൂലികൾ കടുത്ത ദുഃഖത്തിലും ആശങ്കയിലുമാണ്. ദശാബ്ദങ്ങളായുള്ള പുരോഹിത ഭരണത്തിന് അന്ത്യമായെന്ന വിശ്വാസത്തിൽ ഇറാനിലെ പല നഗരങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി ആഹ്ലാദം പങ്കിടുന്നുണ്ട്. ടെഹ്റാനിലും കരാച്ച് പട്ടണത്തിലും സ്ത്രീകൾ ഹിജാബ് വലിച്ചെറിഞ്ഞ് നൃത്തം ചെയ്യുന്നതും ആർപ്പ് വിളിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 1979 വിപ്ലവത്തിന് മുൻപുണ്ടായിരുന്ന ഷാ ഭരണകൂടത്തെ അനുകൂലിച്ചും ഫാസിസത്തിന് മരണം എന്ന് മുദ്രാവാക്യം വിളിച്ചും ആയിരങ്ങളാണ് തെരുവുകളിൽ ഒത്തുകൂടുന്നത്.